ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ മന്ത്രി എം ബി രാജേഷിന്റെ വാദം തെറ്റ്. ഉദ്യോഗസ്ഥന് നൽകിയത് പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നായിരുന്നു മന്ത്രി എം ബി രാജേഷ് പറഞ്ഞത്. എന്നാൽ സ്ഥലം മാറ്റിയത് പ്രൊമോഷൻ നൽകിയല്ലെന്ന ഓർഡർ പുറത്തു വന്നതോടെ മന്ത്രിയുടെ വാദം പൊളിഞ്ഞു. ഇതോടെ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന സംശയം ബലപ്പെട്ടു. യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരെ കേസെടുത്തതിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജന്റെ സ്ഥലമാറ്റം വിവാദമായിരുന്നു. വിരമിക്കാൻ 5 മാസം മാത്രം ശേഷിക്കെയാണ് അടിയന്തര സ്ഥലമാറ്റം. കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥന് മലപ്പുറത്തേക്കായിരുന്നു സ്ഥലമാറ്റം. ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതലയേറ്റെടുത്ത് 3 മാസം തികയും മുൻപാണ് നടപടി. എന്നാൽ ഉദ്യോഗസ്ഥന്റെ സ്ഥലമാറ്റത്തിൽ മാധ്യമ വാർത്തകൾ തള്ളി മന്ത്രി എം ബി രാജേഷ് രംഗത്തെത്തിയിരുന്നു. 15 പേർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർമാരായും 23 പേർക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുമായിട്ടുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫറാണ് നടന്നത്. ആ പ്രൊമോഷൻ ട്രാൻസ്ഫർ DPC കൂടാൻ വൈകിയതുകൊണ്ടാണ് പ്രൊമോഷൻ വൈകിയത്. അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു. ഇതേ ട്രാൻസ്ഫർ നേരത്തെ നടക്കുമായിരുന്നു. DPC കൂടാൻ വൈകിയപ്പോൾ അത് വൈകി. എന്നാൽ ട്രാൻസ്ഫർ ഓർഡറിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ മന്ത്രിയുടെ വാദം പൊളിഞ്ഞു. ട്രാൻസ്ഫർ ഓർഡറിൽ എവിടെയും പ്രൊമോഷനെപ്പറ്റി പരാമർശമില്ല. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലയിൽ ബെനാമി പേരിൽ കള്ളുഷാപ്പ് നടത്തുകയും ഇതിന്റെ മറവിൽ വ്യാപകമായ സ്പിരിറ്റ് ജില്ലയിലേക്ക് ഒഴുക്കുകയും ചെയ്തിരുന്നു. ബെനാമികളായി കള്ളുഷാപ്പ് നടത്തുന്നവരിൽ CPI നേതാക്കൾ ഉണ്ടെന്ന് വിവിധ ഏരിയകളിൽ ആക്ഷേപമുയരുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങളിൽ മുഖം നോക്കാതെ പലപ്പോഴും കർശന നടപടിയെടുത്തയാളാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ്. ഇതോടെ ഉന്നതരുടെ കണ്ണിലെ കരടായി തുടരവെയാണ് യു പ്രതിഭ എംഎൽഎയുടെ മകനടക്കമുള്ള സംഘം എക്സൈസിന്റെ പിടിയിലാകുന്ന സംഭവം നടക്കുന്നത്. സ്ഥലമാറ്റം ലഭിച്ച പി കെ ജയരാജ് അവധിയിൽ പ്രവേശിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. 24 ആലപ്പുഴ.